ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ കട്ടിങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു ചുരിദാർ മെറ്റീരിയലിൻ്റെ പാൻറ്റാണ് ഇത്. ശരിക്കും സ്ട്രെയിറ്റ് പാൻറ്റ് തയ്ക്കാണ്ട് 2.5 മീറ്റർ ഫാബ്രിക്കാണ് വേണ്ടത്. അപ്പോൾ ഞാനിത് ഇങ്ങനെ അതായത് ഇങ്ങനെ ഓപ്പൺ വരുന്ന വശം എൻ്റെ വശത്തേക്ക് ഇങ്ങനെ തുറന്ന് കിടക്കുന്ന ഭാഗം എൻ്റെ വശത്തേക്ക് അങ്ങനെ ഞാൻ രണ്ട് പീസാക്കി രണ്ടായിട്ട് ഇട്ടിരിക്കുക. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ രണ്ടായിട്ട് ഇട്ടിരിക്കുകയാണ്. ഓപ്പൺ വശം എൻ്റെ വശത്ത്, എന്നാൽ നമുക്ക് തുണി ലാഭിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് അളവുകൾ മാർക്ക് ചെയ്യാം. അതിനായിട്ട് ഫസ്റ്റ് ലെങ്താണ് മാർക്ക് ചെയ്യേണ്ടത്. ഇതെനിക്ക് 37 ഇഞ്ച് ലെങ്താണ് ആവശ്യമുള്ളത്. അപ്പോൾ താഴെ മടക്കി അടിക്കാനായിട്ട് ഒരു 2 ഇഞ്ച് നിങ്ങൾ വിടണം, 2 ഇഞ്ച്. അപ്പോൾ എനിക്കിവിടെ ഇങ്ങനെ ഒരു ബോർഡർ ഉള്ളത് കൊണ്ട് ഞാൻ ഈ സംഭവം ഇത്രയേ ഇങ്ങനെ വീതി മതി, എനിക്ക് അത്രയും മതി. അല്ല നിങ്ങളാണ് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ മടക്കണം. ഇതിപ്പോൾ തേരുവശമൊക്കെയാണ്, എനിക്ക് ഇത്രയും ഇങ്ങനെ ബോർഡറുണ്ട്, അതുകൊണ്ട് ഞാൻ ഇത് കഴിഞ്ഞിട്ടുള്ള വശമാണ് എടുക്കുന്നത്. അപ്പം നിങ്ങളിവിടെ രണ്ട് മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് വേണം ലെങ്ത് 37 മാർക്ക് ചെയ്യാൻ. അപ്പം ഞാൻ ഈ ഡിസൈനിൻ്റെ അവിടെ നിന്നാണ് ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. അവിടുന്ന് 37 ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങോട്ട് ഇച്ചിരി കൂടെ നീക്കി 37 മാർക്ക് ചെയ്യുക. എന്നിട്ട് അതൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരു 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 ഇഞ്ചും ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് 2.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുക, 2.5 ഇഞ്ച്. എന്നിട്ട് അതും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. കണ്ടോ? ഇതിന് ശേഷം നമ്മളുടെ അരവണ്ണം വേസ്റ്റിൻ്റെ വണ്ണം എടുക്കുക. ആ വയറിൻ്റെ അവിടെ നമ്മൾ ഇലാസ്റ്റിക് വരുന്നെടുത്ത് അവിടെ ഇങ്ങനെ കറക്റ്റായിട്ടുള്ള അളവെടുക്കണം. എൻ്റെ വേസ്റ്റ് വണ്ണം എന്ന് പറയുന്നത് 36 ആണ്. അപ്പോൾ 36നെ ഞാൻ 4ആയി ഭാഗിക്കണം. 4ആയിട്ട് ഭാഗിക്കുമ്പോൾ 9 വരുന്നത്. ആ 9ൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് ആഡ് ചെയ്യുക. അപ്പോൾ 11 ഇഞ്ച് കിട്ടും. ആ 11 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുക. അത് ഇലാസ്റ്റിക്കിൻ്റെ ലൈനിലല്ല മാർക്ക് ചെയ്യേണ്ടത്, അതിൻ്റെ താഴെയുള്ള നമ്മൾ 37 ഇഞ്ച് അടയാളപ്പെടുത്തിയില്ലേ, അവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. 37 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ 11 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ കാണേണ്ടത് ക്രോച്ച് ലെങ്താണ്. ക്രോച്ച് ലെങ്ത് എന്ന് പറയുന്നത് ഈ 11 ഇഞ്ച് കൂടെ 2 ഇഞ്ച് ആഡ് ചെയ്യണം. നമ്മളിവിടെ 36ൻ്റെ 4 കണ്ട് 9 അടയാളപ്പെടുത്തിയില്ലേ, ആ 9ൻ്റെ കൂടെ 2 ഇഞ്ച് ആഡ് ചെയ്യുമ്പോൾ 11 ഇഞ്ച് കിട്ടും. അപ്പോൾ എൻ്റെ ക്രോച്ച് ലെങ്ത് എന്ന് പറയുന്നത് 11 ഇഞ്ചാണ്. ആ 11 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഇലാസ്റ്റിക്കിൻ്റെ അവിടെ നിന്നല്ല, ഈ 37 അടയാളപ്പെടുത്തിയില്ലേ അവിടുന്ന്. ഇത് ഇലാസ്റ്റിക്കിൻ്റെ ലൈനാണ്, ഇലാസ്റ്റിക്കിൻ്റെ 2.5 അവിടെയല്ല, ഇവിടെ നിന്നാണ് 11 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം ഇവിടെയും 11 ഇഞ്ച് മാർക്ക് ചെയ്യുക. അവിടുന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കണം. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് കർവ് കൊടുക്കണം. അത് ഞാൻ ഒരു 2 ഇഞ്ച് കൊടുക്കും. 2 ഇഞ്ചാണ് ഞാൻ കർവ് കൊടുക്കുന്നത്. അവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരക്കുക. എന്നിട്ട് ഇത് ചേർത്ത് ഇവിടം വരെ എത്രയുണ്ട്? 13 ഇഞ്ച്. ഇപ്പം നമ്മൾ കർവ് വരച്ചില്ലേ, അവിടുന്ന് ഇവിടം വരെ 13 ഇഞ്ചാണുള്ളത്. അപ്പം അതിൻ്റെ പകുതി എത്രയാണെന്ന് നോക്കുക. നിങ്ങളിങ്ങനെ മടക്കി വെക്കുമ്പോൾ ആ മടക്ക് ഭാഗമാണ് 11. അപ്പോൾ 6.5. ആ 6.5 നമ്മൾ ഈ അറ്റത്ത് കാലിൻ്റെ അവിടെ താഴത്ത് അറ്റത്തിങ്ങനെ മാർക്ക് ചെയ്യുക. ഈ 6.5 മാർക്ക് ചെയ്തു. അതിൻ്റെ ഇവിടെ നിങ്ങൾക്ക് എത്ര ലൂസ് വേണം അതനുസരിച്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. എനിക്ക് കുറച്ച് ലൂസ് വേണം. അപ്പം നിങ്ങൾ 3.5 ഒരുവിധം ലൂസ് ഉണ്ട് അതിന് തന്നെ. ഞാനിവിടെ ഒരു 3.25 അപ്പുറത്തോട്ടും 3.25 ഇപ്പുറത്തോട്ടും ഞാൻ മാർക്ക് ചെയ്യുന്നു. 3.5 മതി, അപ്പുറം ഇപ്പുറം 3.5 മതി. എനിക്ക് ഇച്ചിരി കൂടെ ലൂസ് വേണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ
ഈ 3.5-യിൽ നിന്നും ഈ ക്രോച്ചിൻ്റെ അവിടേക്ക് ഇങ്ങനെ ഷേപ്പായിട്ട് വരച്ചെടുക്കുക. ഇങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ, സ്കെയിലുണ്ടെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങൾ കൈകൊണ്ട് തന്നെ ഷേപ്പ് വരച്ചാലും മതി. എനിക്കിപ്പോൾ ഇതുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ വരക്കുന്നു. ഇങ്ങനെ ഷേപ്പ് വരക്കണം. അതിന് ശേഷം ഈ ക്രോച്ചിൻ്റെ ഈ കർവില്ല, ആ ലൈനിൻ്റെ ഇവിടെ ഒരു ലൈൻ വരക്കുക, ഇങ്ങനെ ചെറുതായിട്ട്. അപ്പോൾ ഈ പോയിന്റ് കിട്ടി. അപ്പോൾ ഇവിടേക്ക് നമ്മൾ ഇവിടുന്ന് ഈ ഇപ്പുറത്തെ വശത്തെ 3.5-യിൽ നിന്നും ഇങ്ങോട്ട് ഇങ്ങനെ വരക്കണം, ഈ മൂലയിലേക്ക്. മനസ്സിലായോ? അതിനുശേഷം ഈ കർവ് ചെയ്ത് വരക്കണം. ഇവിടെ ഇങ്ങനെ ഇതിങ്ങനെ നമ്മൾ ചുരിദാറിൻ്റെയൊക്കെ കൈക്കുഴി വരക്കത്തില്ലേ, അതുപോലെ ഇങ്ങനെ കർവ് ചെയ്ത് വരക്കുക. ഇത് ഫ്രണ്ട് പാർട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ നേരെ നമ്മൾ ഈ ക്രോച്ചിൻ്റെ ഈ വര നേരെ ഇങ്ങനെ വരച്ചേക്കണം. ഈ ഇലാസ്റ്റിക്കിൻ്റെ അവിടം വരെ വരച്ചേക്കണം. അപ്പോൾ ഇത് ഇത്രയുമാണ് ഫ്രണ്ട് പാർട്ട് ഉള്ളത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഞാനിതൊന്നുകൂടി പറയാം. ആദ്യം നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്യണം. എത്രയാണോ ലെങ്ത്, ആ ലെങ്തിൻ്റെ നമ്മൾ അടിയിൽ മടക്കിയടിക്കാൻ 2 ഇഞ്ച് വിടുക. 2 ഇഞ്ച് വിട്ടിട്ട് അത് കഴിഞ്ഞ് വേണം നമുക്ക് എത്രയാണോ ലെങ്ത് അത് മാർക്ക് ചെയ്യാൻ. ഞാൻ 37 മാർക്ക് ചെയ്തു. അതിനുശേഷം ഇലാസ്റ്റിക് വരുന്ന ഭാഗത്ത് മടക്കി അടിക്കാനായിട്ട് 1 ഇഞ്ചിൻ്റെയാണ് ഞാൻ ഇലാസ്റ്റിക് ഇടുന്നത്. അതുകൊണ്ട് 1.5 ഇഞ്ച് കൂടെ ആഡ് ചെയ്ത് 2.5 ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുക. അത് സ്ട്രെയിറ്റ് ആയിട്ട് വരക്കുക. അതിനുശേഷം നമ്മുടെ വേസ്റ്റ് വണ്ണം എത്രയാണ് അത് കാണുക. ആ വേസ്റ്റ് വണ്ണത്തിൻ്റെ 4/1 കാണുക. അതിനുശേഷം 2 ഇഞ്ച് ലൂസ് ഇടുക. അവിടുന്ന് ആ കിട്ടിയ വേസ്റ്റ് വണ്ണത്തിൻ്റെ അവിടെ 2 ഇഞ്ച് ലൂസ് ചെയ്ത് കിട്ടിയത് എനിക്ക് 11ആണ്. ആ 11ൻ്റെ കൂടെ 2 ഇഞ്ച് ആഡ് ചെയ്യുമ്പോൾ ക്രോച്ച് ലെങ്ത് കിട്ടും. അവിടുന്ന് ഇങ്ങനെ വരക്കുക. എന്നിട്ട് അത് കർവ് ചെയ്ത് വരക്കുക. അതിനുശേഷം ഈ ക്രോച്ച് ലെങ്തിൻ്റെ ഇവിടം വരെ എത്രയുണ്ടെന്ന് നോക്കുക. അതിൻ്റെ പകുതി താഴെ മാർക്ക് ചെയ്തിട്ട് അതിനപ്പുറം ഇപ്പുറം 3.5 വീതം മതി. ഞാനിവിടെ 3.25 വെച്ച് ഇച്ചിരി ലൂസ് കിട്ടാൻ വേണ്ടിയിട്ട് 3.25 ഇങ്ങോട്ടും 3.25 അങ്ങോട്ടും മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെട്ടിയെടുക്കാം. ഫ്രണ്ട് പാർട്ടാണിത്. ഈ ബാക്ക് പാർട്ട് വേറെ രീതിയിലാണ് വെട്ടുന്നത്. അപ്പോൾ നമുക്കിത് വെട്ടിയെടുക്കാം. ഞാനിവിടെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഈ ലൈനിൻ്റെ ഇവിടെ ഈ ഇലാസ്റ്റിക്കിൻ്റെ മടക്കിയടിക്കാൻ അവിടെ ഒരു കട്ടിട്ട് കൊടുക്കണം 2 വശവും. അപ്പോൾ നമുക്ക് തയ്ക്കുമ്പോൾ ഈസി ആയിരിക്കും. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇവിടുന്ന് ഇങ്ങനെയാണ് നമ്മൾ ഇത്രയും മടക്കണമെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഇത് ഇവിടെ ആയിട്ടും ഒരു കട്ടിട്ട് കൊടുക്കണം. അതാകുമ്പോൾ നമുക്ക് ഇവിടെ ജോയിൻറ്റ് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ 2 ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ അവിടെയും അപ്പുറം ഇപ്പുറം കട്ടിട്ട് കൊടുക്കണം. എനിക്കിവിടെ ബോർഡർ ആയതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റും, മടക്കിയിരിക്കാൻ എനിക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഇവിടെ കട്ട് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്യാം. അതിനായിട്ട് ഇതിൻ്റെ ഒരെണ്ണം എടുക്കുക. ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ ഒരെണ്ണം നമ്മൾ ഇങ്ങോട്ട് എടുക്കുക. ഇത് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ ഇത് വീണ്ടും ഇതേപോലെ തന്നെ സെയിം നേരത്തെ എങ്ങനെ ഇട്ടോ ആ രീതിയിൽ തന്നെ ഇവിടെ എൻ്റെ സൈഡിൽ ഇങ്ങനെ ഓപ്പൺ ഭാഗം ഇങ്ങനെ 2 പീസും ഇങ്ങനെ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. താഴേക്ക് കറക്റ്റായിട്ട് ഇട്ടിട്ട് നമ്മൾ ഈ ഫ്രണ്ട് പാർട്ട് ഇങ്ങനെ കൊണ്ട് അതേപോലെ തന്നെ സെയിം ആയിട്ട് വെക്കുക. അപ്പോൾ താഴെ ഇങ്ങനെ ലെവൽ ചെയ്ത് വെക്കണം. ഞാനിങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ കറക്റ്റായിട്ട് വെക്കണം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം എനിക്കിവിടെ ഇങ്ങനെ ചുരുണ്ടിങ്ങനെ വരുന്നുണ്ട്. അത് നേരെയൊക്കെ ആ സമയത്ത് നമുക്ക് വെക്കാം. അതിനുശേഷം നമ്മൾ ഈ സൈഡിൽ ഒന്നും ചെയ്യണ്ട. അതേപോലെ തന്നെ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഇങ്ങനെ വരച്ചെടുത്താൽ മതി. നമ്മൾ നിൽക്കുന്ന സൈഡിൽ അവിടെ ഒന്നും ചെയ്യണ്ട. ഈ അളവിൽ തന്നെയാണ് ഫ്രണ്ട് പാർട്ടിൻ്റെ സെയിം അളവിൽ തന്നെയാണ് ഈ വശത്ത് ചെയ്യേണ്ടത്. നമുക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് മുഴുവൻ ഈ ക്രോച്ച് വരുന്ന ഭാഗത്താണ്. 2 ഇഞ്ചും ഒക്കെ നമുക്ക് വേണേൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഇവിടെ ഈ ക്രോച്ചിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നേരെ വെച്ചിട്ട് ഒരു 2 ഇഞ്ച് ആഡ് ചെയ്യുക.
2 ഇഞ്ച്. 1 ഇഞ്ച് ആയാലും മതി, പക്ഷെ എനിക്ക് ഇച്ചിരി ലൂസ് വേണമെന്നുള്ളത് കൊണ്ട് ഞാനിവിടെ 2 ഇഞ്ച്, കോട്ടൺ മെറ്റീരിയലും കൂടെ ആയതുകൊണ്ട് ചുരുങ്ങാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ 2 ഇഞ്ച് ആഡ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ 2 ഇഞ്ച് ക്രോച്ച് വരെ നമ്മൾ 2 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കണം. ക്രോച്ചിൻ്റെ അവിടെ നമ്മൾ ഇവിടെ എത്ര ക്രോച്ചിൻ്റെ കർവ് 2 ഇഞ്ച് നമ്മൾ കൊടുത്താൽ അവിടുത്തെ 2 ഇഞ്ച് തന്നെ നമ്മൾ കൊടുത്തിരിക്കണം. ഇവിടെയൊക്കെ 1 ഇഞ്ച് ആയാലും മതി, പക്ഷെ ഞാൻ 2 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഈ ക്രോച്ചിൻ്റെ കർവ് 2.5 നമ്മൾ കൊടുക്കുന്നതെങ്കിൽ 2.5 തന്നെ ഇവിടെയും കൊടുക്കണം. അപ്പം ഇവിടെ 2 ഇഞ്ച്. പിന്നെ താഴേക്ക് 1 ഇഞ്ച് ആയാലും മതി, ഞാനിവിടെ 1.5 ഇഞ്ച് വീതം താഴേക്ക് കൊടുക്കുന്നുണ്ട്. ലൂസിന് വേണ്ടിയിട്ടാണ്. അതല്പം ലൂസ് കൂടിയാലും നമുക്ക് ഷേപ്പ് ചെയ്ത് വേണേൽ ലൂസ് കുറക്കാമല്ലോ, ചുരുങ്ങുന്ന തുണി ആയതുകൊണ്ടാണ്. നിങ്ങളും ലൂസ് ഇട്ട് തന്നെ ചെയ്തോ, എന്നുവെച്ചാൽ നിങ്ങൾക്ക് കുറയ്ക്കണമെങ്കിൽ നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റും. 1.5 ഇഞ്ച് അറ്റം വരെ ഞാൻ 1.5 ഇഞ്ചാണ്. താഴേക്ക് 1 ഇഞ്ചായാലും മതി, പക്ഷെ ഞാൻ 1.5 ഇഞ്ച് കൊടുക്കുന്നു. ഇതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ജോയിൻ ചെയ്ത്, ഇപ്പോൾ ചെയ്തത് ജോയിൻ ചെയ്ത് ഇങ്ങനെ വരക്കുക. ക്രോച്ചിൻ്റെതും ഇങ്ങനെ കറക്റ്റായിട്ട് വരക്കുക. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ആയിട്ട് നമ്മൾ ഇവിടെ ഒരു 2 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കണം. 1.5 ഇഞ്ച് ആയാലും മതി. ഇപ്പോൾ എനിക്കിവിടെ 2 ഇഞ്ച് ഉള്ളത് കൊണ്ട് ഞാനിവിടെ ഒരു 2 ഇഞ്ച് ഇടുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇരിക്കുമ്പോൾ ബാക്ക് വശം ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 ഇഞ്ച് കൂടുതലായിട്ട് ഈ ക്രോച്ച് വരച്ചിരിക്കുന്ന അവിടെ നമ്മൾ 2 ഇഞ്ച് കൂടെ ഇങ്ങനെ കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിങ്ങനെ ഈ ഇവിടെ ഇല്ലേ ഇതിൻ്റെ അറ്റം ഇവിടേക്ക് ഇങ്ങനെ ആ 2 ഇഞ്ചിലേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്യുക. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഇരിക്കുമ്പോൾ ബാക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ബാക്ക് പാർട്ടിൻ്റെ ഇത്. അപ്പം നമുക്കിതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്തില്ലേ അവിടെയൊക്കെ ഒന്നുകൂടി ഇങ്ങനെ കട്ടിട്ട് കൊടുത്തേക്കുക. ഇവിടെ ഈ വശത്തും, ആ വശത്ത് കട്ടിടണ്ട, ഈ വശത്ത് ഇവിടെ നേരത്തെ ഇട്ട ഭാഗത്തൊക്കെ. താഴെ ഞാൻ കട്ടിടുന്നില്ല, കാരണം എനിക്കിവിടെ വന്ന് നിങ്ങൾ ഇട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കട്ടിങ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ സ്റ്റിച്ചിങ് ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എങ്കിൽ മാത്രമേ എനിക്ക് ഇനിയും വീഡിയോസ് ഇടാനായിട്ടുള്ള മനസ്സുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിടുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.